PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അടുത്ത ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ്. സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണ് ഭൂമിയും ജീവലോകവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഏതാണ്ട് 450 കോടി വർഷങ്ങൾക്ക് മുൻപായിരുന്നു ആ സംഭവം. സൂര്യൻ്റെ ഒരു ഭാഗം അടർന്നു മാറി അത് പൊട്ടിത്തെറിച്ചുണ്ടായ കഷ്ണങ്ങൾ ഭൂമി ഉൾപ്പെടെയുള്ള 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളുമായി തീർന്നു. നിരന്തരമായി നടന്ന തിളച്ചുമറിയലിലൂടെ ഭാരമുള്ള വസ്തുക്കളൊക്കെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കും ഭാരം കുറഞ്ഞ വസ്തുക്കൾ മുകളിലേക്കുമായി ക്രമീകരിക്കപ്പെട്ടു. പുറത്തേക്ക് വന്ന വാതകങ്ങൾ ഭൂമിയുടെ ആവരണമായി മാറി. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴും ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൗമോപരിതലം. നിരന്തരവും വ്യാപകവുമായി ഉണ്ടായിരുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉള്ളിലെ നീരാവിയും വാതകങ്ങളും പുറത്തേക്ക് വന്നു. ഈ നീരാവി തണുത്ത് മേഘങ്ങളും തുടർന്ന് വർഷങ്ങളോളം നീണ്ട മഴയും ഉണ്ടായി. ഭൗമോപരിതലത്തിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി. അങ്ങനെ സമുദ്രങ്ങൾ ഉണ്ടായി. ഭൂമിയിൽ ജീവന്റെ തുടിപ്പുകൾ രൂപം കൊള്ളുന്നതിന് പിന്നെയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു. ഒടുവിൽ നാം ഇന്ന് കാണുന്ന തരത്തിൽ ജീവൻ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആയിരക്കണക്കിന് ഇനങ്ങളായി പരിണമിച്ചു. ഒടുവിൽ മനുഷ്യനും, അല്ലെ? അപ്പോൾ കരയും ജലവും വായുവും ഒടുവിൽ ജീവജാലങ്ങളും ഇന്ന് കാണുന്ന തരത്തിലേക്ക് പരിണമിച്ചതിനെ കുറിച്ചുള്ള ശാസ്ത്രലോകത്തിന്റെ നിഗമനമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിലെ കര, വായു, ജലം എന്നിവ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളാണ് ജൈവമണ്ഡലത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മണ്ഡലങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ശിലാമണ്ഡലത്തെ കുറിച്ചാണ് പറയുന്നത്. പടുകൂറ്റൻ പർവ്വതങ്ങൾ, വിസ്തൃതമായ പീഠഭൂമികൾ, വിശാലമായ സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, മരുഭൂമികൾ, ദ്വീപുകൾ, സമുദ്രത്തിനടിയിലെ വിവിധ ഭൂരൂപങ്ങൾ, അങ്ങനെ എത്രമാത്രം വൈവിധ്യമാർന്നതാണ് ഭൂമിയുടെ ഉപരിതലം. ഈ ഭൂരൂപങ്ങളെല്ലാം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. ഓക്കെ, അപ്പം ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന ഈ ഭൂരൂപങ്ങൾ, അതായത് പടുകൂറ്റൻ പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, മരുഭൂമികൾ, ദ്വീപുകൾ, സമുദ്രത്തിനടിയിലുള്ള വിവിധ ഭൂരൂപങ്ങൾ, ഈ ഭൂരൂപങ്ങളെല്ലാം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണുകൊണ്ടും രൂപപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് എന്ത്? ശിലാമണ്ഡലം എന്ന് പറയുന്നത്. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ എവറസ്റ്റ് കൊടുമുടിയും സമുദ്രത്തിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായിട്ടുള്ള പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിന്റെ ഭാഗം തന്നെ. അപ്പോൾ കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് എവറസ്റ്റ് കൊടുമുടി, സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം. ഇതെല്ലാം എന്താണ്? ശിലാമണ്ഡലത്തിന്റെ ഭാഗമാണ്.
ഇനി ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങൾ നമുക്ക് പരിചയപ്പെടാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, അതായത് പർവ്വതങ്ങൾ, പീഠഭൂമികൾ എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നോക്കുക, വിവിധ ഭൂരൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശിലാമണ്ഡലത്തിലെ വിവിധ ഭൂരൂപങ്ങൾ. ആദ്യത്തേത് പർവ്വതങ്ങൾ. എന്താണ് പർവ്വതങ്ങൾ? സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശത്തോടു കൂടിയുമായിട്ടുള്ള ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. ഓക്കെ, പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 900 കിലോമീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളെയാണ് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് പീഠഭൂമികൾ. മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായിട്ടുള്ള ഭൂരൂപങ്ങളാണ്. ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ? മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായിട്ടുള്ള ഭൂരൂപങ്ങളെയാണ് നമ്മൾ പീഠഭൂമികൾ എന്ന് പറയുന്നത്. അടുത്തത് സമതലങ്ങൾ. ചിത്രം കാണുന്നില്ലേ? താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളാണ് എന്ത്? സമതലങ്ങൾ എന്ന് പറയുന്നത്. ഇനി കരയിൽ കാണുന്നത് പോലെ തന്നെ പർവ്വതങ്ങൾ, സമതലങ്ങൾ, ഗർത്തങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ ഇവയെല്ലാം എന്തിലുമുണ്ട്? സമുദ്രത്തിനടിയിലും ഉണ്ട് എന്നാണ് പറയുന്നത്. സമുദ്രത്തിനടിയിലും എന്ത് കാണാം? പർവ്വതങ്ങൾ, സമതലങ്ങൾ, ഗർത്തങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ ഇതെല്ലാം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ശിലാമണ്ഡലം മനുഷ്യന് എത്രമാത്രം പ്രയോജനപ്രദമാണ് എന്നതിൻ്റെ ഏതാനും ഉദാഹരണങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുറേ പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ, റോഡിലൂടെ വണ്ടി പോകുന്നതിൻ്റെയും അതുപോലെ തന്നെ നിലം ഉഴുന്നതിൻ്റെയും ഫാക്ടറിയിലും അല്ലെ പാറ പൊട്ടിക്കുന്ന അങ്ങനെ കുറേയധികം ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഏതെല്ലാം തരത്തിലാണ് ശിലാമണ്ഡലം മനുഷ്യന് ഉപകാരപ്പെടുന്നത് എന്ന് കണ്ടെത്തുമല്ലോ. അത് എന്താണ്? ചെറിയ കുട്ടികൾക്കുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ശിലാമണ്ഡലം ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു. മനുഷ്യരുടെയും സസ്യജന്തുജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്താ? മണ്ണ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇനി മണ്ണിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ശിലാമണ്ഡലം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി മണ്ണിനെ കുറിച്ച് നോക്കാം. അനേക വർഷങ്ങളായി വെയിലും മഴയും മഞ്ഞുമേൽക്കുന്ന പാറ പൊടിയുന്നു. ഓക്കെ, വർഷങ്ങളായിട്ട് വെയിലും മഴയും മഞ്ഞൊക്കെ ഏറ്റുകൊണ്ടിരിക്കുന്ന പാറ എന്ത് ചെയ്യുന്നു? പൊടിയുന്നു. ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട്. അതിൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ ജൈവാംശവും കൂടിച്ചേരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ നിരന്തരം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായാണ് മണ്ണ് രൂപം കൊള്ളുന്നത്. അപ്പം മണ്ണ് രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? അനേക വർഷങ്ങളായിട്ട് വെയിലും മഴയും മഞ്ഞുമേൽക്കുന്ന പാറ പൊടിയുന്നു. ആ പാറയ്ക്ക് രാസമാറ്റം ഉണ്ടാവുന്നു. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും എല്ലാം മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേർന്ന് ജൈവാംശവും കൂടിച്ചേർന്നു. ഇങ്ങനെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടാണ് മണ്ണ് രൂപം കൊള്ളുന്നത്. നിശ്ചിത അളവിൽ ജലം, വായു എന്നിവയോടൊപ്പം ജൈവാംശവും സൂക്ഷ്മജീവികളും മണ്ണിലുണ്ട്. നമ്മുടെ വിവേകരഹിതമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്താറുണ്ട്. മണ്ണിന്റെ ഫലപുഷ്ടിയെ ദോഷകരമായി ബാധിക്കുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, രാസവളം പ്രയോഗിച്ചു കഴിഞ്ഞാൽ മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടും. രാസകീടനാശിനികളുടെ അമിത ഉപയോഗം, പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? മണ്ണിന്റെ ഫലപുഷ്ടിയെ ദോഷകരമായി ബാധിക്കുന്നതാണ്. നിങ്ങളുടെ നാട്ടിലെ കൃഷി ഓഫീസറുടെ അങ്ങനെ പറഞ്ഞാൽ അവർക്കൊരു വർക്ക് കൊടുത്തിരിക്കുന്നത്, അത് നമുക്ക് ആവശ്യമില്ല. നൂറ്റാണ്ടുകളായുള്ള പ്രവർത്തനങ്ങളിലൂടെ രൂപം കണ്ടിട്ടുള്ള മണ്ണ് ഇന്ന് മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകളിലൂടെ എന്നേക്കുമായി നശിച്ചു പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയാണ്. മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകൾ മണ്ണിനെ മാത്രമല്ല ശിലാമണ്ഡലത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശിലാമണ്ഡലത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, മൺമറയുന്ന വയലുകൾ. ഒരു കാലത്ത് കേരള തനിമയുടെ സവിശേഷതയായിരുന്നു എന്ത്? വിശാലമായ വയലുകൾ. എന്നാൽ ഇന്നോ നമ്മുടെ വയലുകളും മറ്റു ചതുപ്പ് പ്രദേശങ്ങളുമൊക്കെ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന സ്വാഭാവിക ഇടങ്ങളാണ് നാം ഇങ്ങനെ നികത്തുന്നതിലൂടെ എന്നേക്കുമായി നഷ്ടമാകുന്നത്. ചിലയിടങ്ങളിലാകട്ടെ കാലങ്ങളായി വയലുകളിൽ നിലനിൽക്കുന്ന ചെളി ഇഷ്ടിക നിർമ്മാണത്തിനായി മനുഷ്യർ കുഴച്ചെടുത്ത് ചൂളകളിൽ ചുട്ടെടുക്കുകയാണ്. വയലുകളിൽ ചെളിയാണ് വെള്ളം ശേഖരിച്ച് വെക്കുന്നത്. ചെളിയില്ലെങ്കിൽ വയലില്ല. ചിലയിടങ്ങളിൽ വയലിലെ ചെളി നീക്കി അതിനിടയിലെ മണ്ണാണ് മനുഷ്യർ കുഴിച്ചെടുക്കുന്നത്. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇനി പുഴയിലെ മൺവാരൽ, അത് നമുക്കറിയുന്നതാണ്. സമൃദ്ധമായി ഒഴുകിയിരുന്ന നമ്മുടെ നദികളിൽ പലതിലും മഴക്കാലം കഴിയുന്നതോടുകൂടി ജലനിരപ്പിൽ വലിയ കുറവാണ് ഉണ്ടാവുന്നത്. നദികളിലെ മണൽവാരിലെ ഫലമായി അടിത്തട്ടിന്റെ ആഴം കൂടുന്നതാണ് ഇതിന് കാരണം.
ഇത് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലനിരപ്പ് താഴുന്നതിനും ജലദൗർലഭ്യം അനുഭവപ്പെടുന്നതിനും കാരണമാകുന്നു. പല നദികളും ആഴം കൂടിയ അടിത്തട്ടിലെ പാറയിൽ എത്തിക്കഴിയുന്നു. അതാണ് ബെഡ് റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പല നദികളും ആഴം കൂടിയ അടിത്തട്ടിലെ പാറയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനെയാണ് ബെഡ് റോക്ക് എന്ന് പറയുന്നത്. ഇത് നദികളുടെ വശങ്ങൾ, അതായത് ബാങ്ക് ഷെൽവിങ്സ് ഇടിയുന്നതിന് കാരണമാകുന്നു. മണലിന് വേണ്ടി മനുഷ്യർ നദീതീരങ്ങൾ വ്യാപകമായി ഇടിക്കുന്നുണ്ട്. വളക്കൂറുള്ള നദീതീരങ്ങൾ ഇടിയുന്നതും ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടമാണ് വരുത്തി വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ വയൽ നികത്തൽ പറഞ്ഞു, മണ്ണിടിച്ചിൽ പറഞ്ഞു. ഇനി സഞ്ചരിക്കുന്ന കുന്നുകൾ. മുമ്പ് കുന്നു കയറി പോകുന്ന ലോറികളായിരുന്നു മലയാളികൾ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ലോറികളിൽ കയറി പോകുന്ന കുന്നുകൾ പതിവ് കാഴ്ചയായിരിക്കുന്നു. അതിശക്തരായ മണ്ണുമാന്തി യന്ത്രങ്ങൾ വ്യാപകമായതോടുകൂടി നമ്മുടെ കുന്നുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് എന്താണ് മാന്തിയെടുത്ത ലോറികളിൽ കൊണ്ടുപോകുന്നു. നമ്മൾ കാണുന്നതാണ് അല്ലേ കുന്നിടിക്കൽ. കുന്നിടിക്കൽ കേരളത്തിൽ ഇന്ന് വ്യാപകമായി നടക്കുന്ന പ്രവർത്തനമാണ്. കുന്നുകൾ പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണ കേന്ദ്രങ്ങളാണ്. കുന്നുകൾ ഇടിച്ചു മാറ്റുന്നത് ജലലഭ്യതയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ചെരിവ് കൂടുതലുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് മണ്ണിൻ്റെ നാശത്തിന് കാരണമാകുന്നത്? വനനശീകരണം, അശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികൾ, അതുപോലെ തന്നെ രാസവളങ്ങളുടെ പ്രയോഗങ്ങൾ, അങ്ങനെയെല്ലാം ഇതെല്ലാം എന്താണ് മണ്ണിൻ്റെ നാശത്തിന് കാരണം ആവുന്നതാണ്. അപ്പോൾ ശിലാമണ്ഡലത്തിൻ്റെ നാശം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. വയൽ നികത്തൽ, മണ്ണിടിച്ചൽ, കുന്നിടിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ബദലുകൾ തേടാം. നോക്കാം. പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. എന്നാൽ അവ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകരാറിലാക്കും. അമിത വിഭവ ചൂഷണത്തിന്റെ ഫലമായി പ്രകൃതിക്കുണ്ടാകുന്ന നാശം കുറയ്ക്കുന്നതിന് ബദലുകൾ തേടേണ്ടത് ആവശ്യമാണ്. വയലുകളിലെ മേൽമണ്ണ് ഉപയോഗിച്ച് ഇഷ്ടിക നിർമ്മിക്കുന്നതിന് പകരം ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്, കളിമൺ പാത്ര ഫാക്ടറികളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ എന്നിവ ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണത്തിനുള്ള കട്ടകൾ നിർമ്മിക്കുന്ന സംഗീതം നിലവിലുണ്ട്. ഇത് പരിസര മലിനീകരണം കുറയ്ക്കാനും സഹായകമല്ലേ? അപ്പോൾ അത് ഉപയോഗിക്കുന്നതല്ലേ നല്ലത് എന്നാണ് പറയുന്നത്. പുഴകളിലെ മണലിനു പകരം പാറപ്പൊടി കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രീതി ശ്രദ്ധേയമാണ്. ഉറപ്പിലും ഈടിലും പാറപ്പൊടി മണലിനേക്കാൾ ഒട്ടും പിന്നിലല്ല എന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. ശിലാമണ്ഡലത്തെ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. അപ്പോൾ ശിലാമണ്ഡലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ജലമണ്ഡലം. ഭൗമോപരിതലത്തിന്റെ 2 ഭാഗവും എന്താണ് ജലമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, അരുവികൾ ഇവയെ കൂടാതെ ഭൂമിയുടെ ഉള്ളിലുള്ള ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകുന്നത് കേട്ടോ. ചെറിയ ക്ലാസ്സിലുള്ളതല്ലേ. ഓക്കെ, നോക്കുക, വലിയ ക്ലാസ്സുകളിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ധ്രുവപ്രദേശങ്ങളിലും വളരെ ഉയരമുള്ള പർവ്വതങ്ങളുടെ മുകളിലും ജലം ഉറഞ്ഞ ഖരരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ ഇത് നീരാവിയായും ജലകണികകളുമായാണ് നിലകൊള്ളുന്നത്. മേൽപ്പറഞ്ഞ 3 അവസ്ഥകളിലുമായിട്ട് ഭൂമിയിലുള്ള ജലമാണ് ജലമണ്ഡലം. ഓക്കെ, അപ്പോൾ 3 അവസ്ഥകളിലും, അതായത് എന്താണ് സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, അരുവികൾ ഇതെല്ലാം കൂടാതെ ഭൂമിയുടെ ഉള്ളിൽ ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ധ്രുവപ്രദേശങ്ങളിലും വളരെ ഉയരമുള്ള പർവ്വതങ്ങളുടെ മുകളിലും ജലം ഉറഞ്ഞ ഖരരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അന്തരീക്ഷത്തിൽ ഇത് നീരാവിയായിട്ടും, അപ്പോൾ ദ്രാവക രൂപത്തിലും ഖരരൂപത്തിലും നീരാവിയായിട്ടും എല്ലാം ഭൂമിയിലുള്ള ജലം, അതിനെയാണ് നമ്മൾ ജലമണ്ഡലം എന്ന് പറയുന്നത്. അടുത്തത് അമൂല്യമായ ശുദ്ധജലം. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ശുദ്ധജലം അത്യന്താപേക്ഷിതമാണ്. ഭൂമിയുടെ 2 ഭാഗവും 2 ഭാഗവും ജലമാണെങ്കിലും അതിൽ 3% മാത്രമാണ് എന്ത് ശുദ്ധജലമുള്ളത്. നദികൾ, തടാകങ്ങൾ, കായലുകൾ, കിണറുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിന്റെ അളവ് കേവലം 1% താഴെയാണ്. ബാക്കി ജലം മുഴുവനും ധ്രുവങ്ങളിലും പർവ്വതങ്ങളുടെ മുകളിലുമായി ഉറഞ്ഞുകിടക്കുന്നു. ഭൂമിക്കടിയിലുള്ള ജലം മനുഷ്യന് ഉപയോഗത്തിനെടുക്കാൻ പലയിടത്തും ഏറെ പരിമിതികളുണ്ട്. അപ്പോൾ 3% മാത്രമാണ് എന്തുള്ളത് ശുദ്ധജലമുള്ളത്. അതിൽ 1% മാത്രമാണ് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ജലദൗർലഭ്യം. പ്രകൃതിയിൽ മനുഷ്യന്റെ വിവേകരഹിതമായിട്ടുള്ള ഇടപെടലുകൾ ജലദൗർലഭ്യത്തിന് കാരണമാകുന്നുവെന്ന് നമ്മൾ പഠിച്ചു. സ്വതവേ ദുർലഭമായ ഒന്നാണ് എന്ത് ശുദ്ധജലം. നമ്മളിപ്പോൾ പറഞ്ഞു 1% മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടുന്നുള്ളൂ. മനുഷ്യന്റെ അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടാണ് എന്ത് ശുദ്ധജലം അത് നശിച്ചു പോകുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ നോക്കുക, അവർ പ്രോജക്റ്റ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ശുദ്ധജലം ഇതാവുന്നത് എന്നുള്ളതൊക്കെ നോക്കുക. ഒഴുകി അകലുന്ന മഴവെള്ളം.
ഒഴുകി അകലുന്ന മഴവെള്ളം. പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ നല്ലൊരു പങ്കും 2 ദിവസത്തിനകം കടലിൽ എത്തുന്നു എന്നുള്ളതാണ് കണക്ക്. പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ നല്ലൊരു പങ്കും എവിടെ എത്തുന്നുണ്ട്? 2 ദിവസത്തിനകം കടലിൽ എത്തുന്നു എന്നാണ് പറയുന്നത്. ഇനി ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എന്താണ്? ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കാം. അതിനായി അധ്യാപകന്റെ നേതൃത്വത്തിൽ ജലസംരക്ഷണ ജാഥ നടത്തൂ എന്നൊക്കെ പറഞ്ഞ് അവരുടെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള സ്ഥല ജല പരിപാലനം. ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് ജലപരിപാലനം എന്നാണ് പറയുന്നത്. 1. കുന്നിൻ ചെരുവുകളെ തട്ടുകളാക്കി കൃഷി ചെയ്യുക. പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായിട്ടുള്ള മലനിരകളിൽ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാരുവേരുകളുള്ള മരങ്ങൾക്ക് പകരം സ്ഥായിയായി നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. മലഞ്ചെരുവുകളിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണകൾക്ക് പകരം അതാതിടത്ത് കിട്ടുന്ന കല്ല്, തടി മുതലായവ കൊണ്ട് തടയണകൾ നിർമ്മിക്കുക. മണ്ണ് സംരക്ഷണ കയ്യാലകൾ നിർമ്മിക്കുക. ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കമുണ്ടാവുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നതും ഒഴിവാക്കുക. തരിശായ ഇടങ്ങളിൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കുക. ഗാർഹിക വ്യാവസായിക മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടാതിരിക്കുക. വയലുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, നദീതീരങ്ങൾ എന്നിവ മണ്ണിട്ട് നികത്താതെ സംരക്ഷിക്കുക. അപ്പോൾ ഇതെല്ലാമാണ് എന്ത്? നമ്മുടെ ജലപരിപാലനം, സ്ഥല ജലപരിപാലനത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് വായുമണ്ഡലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് എന്ത്? വായുമണ്ഡലം അഥവാ അന്തരീക്ഷം. അപ്പം നമ്മൾ ശിലാമണ്ഡലം പഠിച്ചു, ജലമണ്ഡലം പഠിച്ചു, വായുമണ്ഡലമാണ് ഇനി പഠിക്കുന്നത്. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് എന്ത്? വായുമണ്ഡലം അഥവാ അന്തരീക്ഷം എന്ന് പറയുന്നത്. നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങളെ കൂടാതെ പൊടിപടലങ്ങളും നീരാവിയും അന്തരീക്ഷത്തിലുണ്ട്. വായുവിൻ്റെ സ്വാഭാവിക സംരചനയ്ക്ക് മാറ്റമുണ്ടാക്കുന്ന തരത്തിൽ അതിൽ കലരുന്ന എന്തും വായുമലിനീകരണമാണ്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് വായു കൂടിയേ തീരും. അന്തരീക്ഷം നമുക്ക് എന്തെല്ലാം വിധത്തിലാണ് പ്രയോജനപ്പെടുന്നത് എന്നുള്ളതാണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. അന്തരീക്ഷം നമുക്ക് പ്രാണവായു തരുന്നു, അല്ലേ? മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാണ്. ഹാനികരമായിട്ടുള്ള അൾട്രാവയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്നുള്ള സംരക്ഷണം. സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാമാണ് അന്തരീക്ഷത്തിന് നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കുക, ജൈവമണ്ഡലം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് എന്ത്? ജൈവമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്നതാണ് ജൈവമണ്ഡലം. ശിലാമണ്ഡലം നമ്മൾ പഠിച്ചു, ജലമണ്ഡലം പഠിച്ചു, വായുമണ്ഡലം പഠിച്ചു. ഈ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എന്ത് വരുന്നത്? ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. മനുഷ്യരുടെയും സസ്യജന്തുജാലങ്ങളുടെയും നിലനിൽപ്പ് തന്നെ സാധ്യമാകുന്നത് ശില, ജല, വായുമണ്ഡലങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മനുഷ്യജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു. സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് എന്തൊക്കെ? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ധാതു ലവണങ്ങൾ തുടങ്ങിയവ. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലഭ്യമാകുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. അതുപോലെ ധാതു ലവണങ്ങൾ ശിലാമണ്ഡലത്തിൽ നിന്നും, ജലം ജലമണ്ഡലത്തിൽ നിന്നുമാണ് ഉണ്ടാവുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ലഭ്യമാകുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ധാതു ലവണങ്ങൾ ശിലാമണ്ഡലത്തിൽ നിന്നും, ജലം ജലമണ്ഡലത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം ഒഴിച്ചു നിർത്തിയാൽ ഭൂമിയിൽ സസ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു? ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ സ്ഥല, ജല, വായു, ജൈവമണ്ഡലങ്ങൾക്ക് മനുഷ്യന്റെ വിവേകരഹിതമായ പ്രവൃത്തികൾ കനത്ത ആഘാതം ഏൽപ്പിക്കുന്നു. ഇത് ഒട്ടനവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ പ്രകൃതി ദുരന്തങ്ങൾ എന്നുള്ളതാണ് അടുത്തത് പഠിക്കുന്നത്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നോക്കുക. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് എന്ത്? പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചതിന് ശേഷം രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതെ നോക്കൽ. നമ്മുടെ സംസ്ഥാനത്ത് സാധാരണയായി ഉണ്ടാകുന്ന ചില പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങൾ? 1. ഉരുൾപൊട്ടൽ. നോക്കുക, ഉരുൾപൊട്ടൽ.
കുത്തനെ ചെരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് എന്ത്? ഉരുൾപൊട്ടൽ. ഓക്കെ, കുത്തനെ ചെരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടലൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കുക, അടിതെറ്റിയാൽ മണ്ണും എന്ന് പറഞ്ഞിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി 2001, ഇടുക്കി ജില്ലയിലെ വെണ്ണിയാനി 2001, ചീയപ്പാറ 2013, കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറ 2012. ഇങ്ങനെ ഉരുൾപൊട്ടലുകൾ പശ്ചിമഘട്ടത്തിൽ തുടർക്കഥയാവുകയാണ്. നമ്മളറിയാം, പെട്ടിമുടിയിലെ ദുരന്തമൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? അപ്പോൾ അതെല്ലാം നമുക്ക് ഓർക്കാവുന്നതാണ്. പ്രകൃതിയിൽ മനുഷ്യന്റെ അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകളാണ് ഈ ഉരുൾപൊട്ടലുകൾ മിക്കതിനും കാരണം. ഉരുൾപൊട്ടൽ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത്? എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലോട്ട് മാറുക, ചെറിയ കുട്ടികൾ, വൃദ്ധർ, ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവർ എന്നിവരുടെ രക്ഷയ്ക്ക് മുൻഗണന നൽകുക, പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുക, വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക, പോലീസ്, ആംബുലൻസ് തുടങ്ങിയ ഏജൻസികളുമായി ബന്ധപ്പെടുക, വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുക. ഇതൊക്കെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒരു പ്രകൃതി ദുരന്തമാണ് നമ്മൾ പഠിച്ചത്, ഉരുൾപൊട്ടൽ. അടുത്തത് വെള്ളപ്പൊക്കം. നമുക്കറിയാം, മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കര കവിഞ്ഞ് ഒഴുകാറുണ്ട്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വെള്ളപ്പൊക്കത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്? പുഴയോട് ചേർന്ന പ്രദേശത്ത് വീട് വയ്ക്കരുത്, മഴക്കാലത്ത് പുഴയിലിറങ്ങരുത്, വയലുകൾ മഴവെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള ഇടമാണ്, അവ മണ്ണിട്ട് മൂടരുത്, തീരത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലോട്ട് മാറ്റണം, വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വെള്ളപ്പൊക്കത്തെ നേരിടാനുള്ളത്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, അതുകൊണ്ടാണ് ജസ്റ്റ് വായിച്ചു പോകുന്നത് കേട്ടോ. ഇനി പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും സംവിധാനങ്ങളുമാണ്. ഒന്ന്, കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ഇമ്പോർട്ടൻ്റ് ആണ്, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും എന്താണ് സംവിധാനങ്ങളും ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിനുണ്ടാകുന്ന ആഘാതങ്ങൾ മറ്റു മണ്ഡലങ്ങളെയും ബാധിക്കും. ഓരോ മണ്ഡലങ്ങളിൽ മനുഷ്യൻ ശ്രദ്ധാപൂർവം വേണം ഇടപെടുവാൻ. അല്ലാത്ത പക്ഷം പ്രകൃതി നാം ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തന്ന ഈ സുന്ദരമായ ലോകം നമുക്ക് വസിക്കുവാൻ കഴിയാത്തൊരിടമായി മാറും എന്ന തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ വായിച്ചു പോയത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മണ്ഡലങ്ങൾ എന്താണെന്ന് പഠിച്ചാൽ ശിലാമണ്ഡലം, വായുമണ്ഡലം, ജലമണ്ഡലം ഇതെല്ലാം പഠിച്ചു, ജൈവമണ്ഡലം എന്നിങ്ങനെ പഠിച്ചു. അതിന് പ്രകൃതി ദുരന്തങ്ങൾ, ഓരോ പ്രകൃതി ദുരന്തവും അതിനെടുക്കേണ്ട കെയർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു.